ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ വീട്ടിൽ തറവാട്ടിൽ വിളക്ക് വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ, ലച്ചു, കുഞ്ഞാറ്റ, ഏട്ടൻ, അമ്മ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ തറവാടായിരുന്നു ഇവിടെ. ഇപ്പോൾ അവിടെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറി. ഇപ്പം ഞങ്ങളവിടെ തൊഴാനുള്ള തെണ്ടന്തറ, അവിടേക്കുള്ള വഴി, അങ്ങനെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ ബാക്കിയായി നിൽക്കുന്നത്. ഞങ്ങളുടെ തറവാട് നിന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ ഇപ്പോൾ തറവാടൊന്നുമില്ല, അവരത് പൊളിച്ചു. അപ്പോൾ അവിടെ ഫുള്ള് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയൊക്കെയാണ് കേട്ടോ. നമ്മളങ്ങോട്ട് വീണ്ടും ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലം കാണുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് വീണ്ടും വരും. ഞങ്ങൾ കളിച്ച് നടന്നിരുന്ന സ്ഥലവും ഞങ്ങളൊരു തൊഴുത്താണത്. പക്ഷേ ഇപ്പോൾ അവരതൊരു റൂമാക്കി മാറ്റിയിരിക്കുന്നു. എന്താ പറയുക, ഭയങ്കര രസകരമായ ഓർമ്മകളാണ് അമ്മമ്മയുടെ കൂടെ അവിടെ നിന്നിരുന്നതും മാമൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നതൊക്കെ. എന്തോ മറക്കാനാവാത്ത അനുഭവം. ഒരു കയറ്റാണ്, ഒരു കുന്നു പോലെയാണ്. പണ്ട് നമ്മുടെ ഐസുകാരനൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഒരു കിണ്ണം എടുത്ത ഒരൊറ്റ ഓട്ട ആ കുന്നിൻ്റെ മുകളിലേക്ക് ഐസ് വാങ്ങാനൊക്കെ. അതൊക്കെ നല്ലൊരു ഓർമ്മയാണ് ഇപ്പോഴും. ഒരുപാട് മരങ്ങളും ഒന്നും ഇപ്പോൾ ഇല്ല. അത് കുറേയൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കുറേ മഞ്ചാടിക്കുരു ഉണ്ട് കേട്ടോ ഞങ്ങൾ ആ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട്. അത് ചെന്ന പാടെ തന്നെ നമ്മുടെ ലച്ചും കുഞ്ഞാറ്റിയും പെറുക്കൽ തുടങ്ങി. അവർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു അത്. കാരണം മഞ്ചാടിക്കുരു ഇങ്ങനെ പെറുക്കിയെടുക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം അവരിതുവരെ പോയിട്ടില്ല എന്ന് പറയാം. കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിങ്ങനെ അതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ആദ്യമായിട്ടായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെന്ന പാട് തന്നെ ഫുള്ള് ബിസി ആയിരുന്നു. തെണ്ടന്തറയ്ക്കൽ അവിടെ ഇങ്ങനെ കുറേ ഇലകളും എന്താ പറയുക, ചമ്മലൊക്കെ വീണിട്ട് ഒരുപാട് മരങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും അപ്പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ മതിലിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ ഈ നോക്കുന്നത് കേട്ടോ. ഞങ്ങൾ പണ്ട് കളിച്ചിരുന്ന ആ സ്ഥലം, ഞങ്ങളുടെ കിണറാണ് ആ പൊന്തി നിൽക്കുന്നത്. മണ്ണ് താഴ്ത്തിയ കാരണം അത് കുറച്ച് മുകളിലായിപ്പോയി. എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു അവിടെ പോകുമ്പോൾ. കുളങ്ങരയിൽ പോവുക എന്ന് പറയുന്നത് അങ്ങനെ. അതിൻ്റെ തൊട്ട് പിന്നിലേക്ക് ഭയങ്കരമായിട്ട് നിറയെ പാടാണ്. ആ പാടം വഴിയാണ് എല്ലാവരും ബസ് ഇറങ്ങി നടന്നു വരിക. അപ്പോൾ അവരാരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് പോയി നോക്കാൻ വേണ്ടി ഞായറാഴ്ചകളിലൊക്കെ അവിടെ പോയി ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. വല്ലാത്തൊരു ഓർമ്മയാണ്. തറവാടുകളൊക്കെ നമുക്ക് എന്താ പറയുക, മറക്കാൻ പറ്റില്ല അല്ലേ. വലിയൊരു അനുഭവമാണ്. ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. ഈ കുന്നിക്കുരുവൊക്കെ ഇതൊക്കെ ഉണ്ടോ, അതിൻ്റെ മുകളിലാണ് കുന്നിക്കുരു ഉണ്ടാവുക എന്നൊക്കെ കുട്ടികൾക്ക്, കുഞ്ഞാറ്റയ്ക്കും ലച്ചുവിനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കുന്നിക്കുരുവിൻ്റെ മരമാണിത്, ഇതിലാണ് കുന്നിക്കുരു ഉണ്ടാവുക എന്നൊക്കെ അവർക്കൊരു പുതിയ അനുഭവമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് നെൽച്ചെടിയും കുന്നിക്കുരു ഒന്നും കാണാനേ കിട്ടാത്ത അവസ്ഥയാണ്. അത് അമ്മമ്മ അവരെ കൂടെ കൂടിയിട്ട് അവർക്ക് പെറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുന്നിക്കുരു അല്ല, മഞ്ചാടിയാണ്. കുന്നിക്കുരുവിൽ ഒരു കറുപ്പ് കളറും കൂടി വരില്ലേ, ഇത് മഞ്ചാടിയാണ് കേട്ടോ. പിന്നെ ശേഷം നമ്മളവിടെ ആ ഒരു തെങ്ങിൻ്റെ കുലച്ചിലൊക്കെ വെച്ചിട്ട് നിറയെ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. അതിൻ്റെ ഉൾവശത്തൊക്കെ നിറയെ പുളി, അതേപോലെ പ്ലാവ്, അങ്ങനെയൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ അടുത്തു നിന്നൊക്കെ കുറേ ചമ്മലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ദിലേട്ടൻ നീ ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് വാങ്ങിച്ച് ദിലേട്ടനാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തൊട്ട് പിന്നിലായിട്ടൊരു മരമുണ്ട്. പണ്ട് കുട്ടിമാമൻ ആപ്പിൾ മരം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു. അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുളിയൊക്കെ കിട്ടിയിട്ടോ. നല്ല രസം, പഴുത്ത പുളിയൊക്കെ. അപ്പോൾ അതിൻ്റെ ചുറ്റും പിന്നിലൊക്കെ ആയിട്ട് നിറയെ ഇലയുണ്ട്. അതൊക്കെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ തട്ടി കളഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ചുറ്റിലും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഈ ആപ്പിൾ മരം മാമ ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ. ആപ്പിളാണെന്ന് പറഞ്ഞിട്ട് പണ്ട് കുട്ടിമാമ കൊടന്ന് വെച്ചതായിരുന്നു. കായൊന്നും ഇപ്പോഴും അതിലില്ല, വലിയ മരമായി, പക്ഷേ കായൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശേഷം അതിൻ്റെ ചുറ്റിലൊക്കെ ഇലകളൊക്കെ തട്ടിക്കളഞ്ഞു. പിന്നെ അതിൻ്റെ ഫ്രണ്ട് വശത്ത് നിറയെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെയാണ് നമ്മൾ വിളക്ക് വയ്ക്കാൻ പോകാറുള്ളൂ. പണ്ട് സ്ഥിരം വെച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പം അടുത്തൊക്കെ അതിൻ്റെ തൊട്ടടുത്തൊക്കെ വേറെയും കുറേ റിലേറ്റീവ്സിൻ്റെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും വേറെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വിളക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ എന്നും അവിടെ വിളക്ക് തെളിയും. പണ്ട് അമ്മമ്മയായിരുന്നു എന്നും അവിടെ വിളക്ക് വെച്ചിരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ വന്നാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ചെന്ന് വിളക്ക് വയ്ക്കും. എല്ലാവരും ചെല്ലാറുണ്ട്. എന്താ പറയുക, വിളക്ക് മുടക്കിയിരുന്നില്ല. ഇപ്പം എല്ലാവരും വെക്കാറുണ്ട്, ചുറ്റിലും വീട്ടിലുള്ളവരൊക്കെ വെക്കാറുണ്ട്. അതിന് ശേഷം അവിടെയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം അമ്മ വിളക്കിൽ തിരിയിടുകയാണ്. കുഞ്ഞ് വിളക്കാണ് കേട്ടോ. അതിൽ ചുറ്റിലായിട്ട് 5 തിരിയൊക്കെ ഇട്ടു. ഞങ്ങൾ എണ്ണയൊക്കെ ഒഴിച്ചു, ഓരോരുത്തരായിട്ട് തിരിയൊക്കെ കത്തിച്ചു ഉണ്ടാവും. അതാ വിളക്ക് എല്ലായിടത്തും വെച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തെണ്ടന്തറയ്ക്കൽ വിളക്ക് വയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും. ആ വിളക്കൊക്കെ വെച്ചത് കുഞ്ഞാറ്റി ലച്ചുട്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അമ്മ, ഏട്ടൻ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ലച്ചു ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. തൊട്ട് നിറയിൽ വയ്ക്കണം,
കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ആൾ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു പ്ലാവുമ്മ താഴെയായിട്ട് തന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല രസം. പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ആ ഇറങ്ങി വരുന്ന ആ വഴി ഇങ്ങനെ ജസ്റ്റ് കല്ലൊക്കെ വെച്ച് തിണ്ടൊക്കെ ഇങ്ങനെ കെട്ടുന്ന സ്റ്റെപ്പൊക്കെ കെട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞങ്ങൾ എത്തി. കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടാണ് പോയിരുന്നത്. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ വേറെ വീട് മാമൻ വെച്ചിട്ടുള്ളത്. അതിന് ശേഷം മാമൻ്റെ വീട്ടിലേക്ക് പോയി. മാമൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര രസം. ആദ്യം പോവുക പറമ്പിലേക്കാണ് കേട്ടോ. നിറയെ ചെടികളും അതേപോലെ കുറേ ഫ്രൂട്ട്സൊക്കെയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് അവിടെ പറമ്പിലൊക്കെ പോയി നോക്കാൻ. അപ്പോൾ ഞങ്ങളിതാ അവിടെ നിന്ന് ഗേറ്റൊക്കെ ഓപ്പണാക്കി, ഇതിലേട്ടൻ പോയി ഓപ്പണാക്കി വീണ്ടും ഞങ്ങൾ അതാ ഉള്ളിലേക്ക് വണ്ടി കയറ്റി നിർത്തുകയാണ്. അവിടെ സുജമ്മായി അതാ നിൽക്കണു. കുഞ്ഞുവാവേനെ എടുത്തിട്ട് വിനു അവിടെ ഉണ്ട് കേട്ടോ. വിനുവിൻ്റെ രണ്ടാമത്തെ കുഞ്ഞുവാവയാണത്. 5 മാസം ആവുന്നേ ഉള്ളൂ അവന്. ഇതാ ഞാൻ നേരെ വണ്ടി ഇറങ്ങി മുറ്റത്തേക്ക് പോയി. നമ്മുടെ മുറ്റത്ത് തന്നെ ചെറിയ ഒട്ടുമാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ തെങ്ങ്, പിന്നെ അപ്പുറത്തെ സൈഡിൽ റംബൂട്ടാനൊക്കെ നിറയെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എത്രയായാലും ഭയങ്കര രസമാണല്ലോ നമുക്കിതൊക്കെ ഇങ്ങനെ കായ വന്ന് നിൽക്കുന്നത് കാണാൻ. ഞങ്ങളെ വീട്ടിലെ റംബൂട്ടാൻ ഇതുവരെ കായ്ച്ചിട്ടില്ല. എപ്പോഴും അമ്മ പറയും ഇതെന്താ കായ്ക്കാത്തതെന്ന്. അപ്പോൾ ഇതിന് ചെറുതിലേ കായ്ക്കുന്ന മരങ്ങളൊക്കെ അത് കണ്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് പച്ച കളറാണ്. ഇനി പഴുക്കുമ്പോഴാണല്ലോ കുറേയൊക്കെ താഴെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ വിയറ്റ്നാം പ്ലാവ്. മറ്റേ പ്ലാവിൽ ഉണ്ടായിട്ടില്ല, വേറൊരു പ്ലാവും കൂടി ഉണ്ട്, അവിടെ കാണുന്നില്ല. ഇതിലിതാ ഒരു കുഞ്ഞി ചക്ക ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ചുളകളെ ഉണ്ടാവുള്ളൂ, എന്നാലും രസമാണ്. കുഞ്ഞാറ്റ് ചെന്നപാട് ആരുട്ടൻ്റെ സൈക്കിൾ എടുത്ത് ഓടിക്കാൻ തുടങ്ങി. നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണ്, ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അതിനിടയ്ക്ക് പെട്ടെന്നൊരു മഴക്കാർ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു ആകാശത്ത് നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുമായിരിക്കും ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ സുജമ്മായി ഇതാ വേഗം കുഞ്ഞാവിടെ തുണികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വയ്ക്കുന്നു. ഉള്ളിലേക്ക് നേരെ ചെന്നു. ഇതാ കുഞ്ഞുമാവിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ആരുട്ടൻ്റെ, അവിടെ മൂത്ത കുട്ടി. ഇതാ ലച്ചുട്ടി അവിടെ ചെന്ന് കളിപ്പാട്ടൊക്കെ എടുത്ത് കളിക്കൽ തുടങ്ങി. ഇതാ അമ്മമ്മ ഏട്ടനും അമ്മയും അമ്മമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അമ്മമ്മ പാവം, അമ്മമ്മനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതാ കുഞ്ഞാറ്റയ്ക്ക് ഈ കുട്ടികളെ കണ്ട അപ്പം എടുത്ത് മടിയിൽ വെക്കണം. അമ്മ എനിക്കൊന്ന് മടിയിൽ വെച്ചാട്ട്. പാവം 5 മാസമേ ആയിട്ടുള്ളൂ. അവളെടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാനെടുത്തു. പാവം നല്ല ചിരിക്കുട്ടനാണ് കേട്ടോ. അവൾ നന്നായി ചിരിച്ചു വരും. അവനെന്തോ ഉറങ്ങി നീച്ചൊരു ക്ഷീണമാണ്. എന്നാലും ഞങ്ങൾ അവനെ മാക്സിമം ശല്യം ചെയ്യുന്നുണ്ട്. പാവം കരയാത്തത് കൊച്ചല്ലേ, ഇറങ്ങി ഓടാനും വയ്യ. അപ്പോഴേക്കിതാ പുറത്തേക്ക് വന്നപ്പോൾ മഴ പെയ്തിരിക്കുന്നു. ഭയങ്കര സന്തോഷം. നല്ല മണ്ണിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തപ്പോൾ. ഭൂമി ഇങ്ങനെ എന്താ പറയുക, നിലം ആകെ ചൂട് പിടിച്ച് നിൽക്കുന്ന, ചുട്ടു പഴുത്ത് നിൽക്കില്ലേ, അതിലേക്ക് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഭയങ്കര ഒരു മണ്ണിൻ്റെ മണം. ഭയങ്കര സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണ്ണിൻ്റെ മണം. അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടാവുമല്ലേ. അപ്പോൾ ഇതാ മഴ കണ്ടു. നല്ല രസം. മഴ പെയ്തപ്പോൾ ചൂടിനൊരാശ്വാസം എന്നുള്ള രീതിയിൽ നല്ലോണം മഴ പെയ്തു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങനെ തണുത്തു എന്ന് പറയാം. മാമൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് കിണർ. നല്ല രസമാണ് കിണറൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇത് അമ്മമ്മയുടെ അടുത്ത് പോയി. അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അമ്മായി ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവർ 3 പേരും ഭയങ്കര കളിയാണ് കേട്ടോ. മഴ ഏകദേശമൊക്കെ ഇങ്ങനെ തോർന്നു വന്നിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ മഴ ഇതാ ഏകദേശമൊക്കെ തോർന്നു തുടങ്ങി. മുറ്റത്തൊക്കെ ഇങ്ങനെ ഇതാ വെള്ളം നിൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിന് ശേഷം ഞങ്ങളിതാ ഏകദേശം ഇരുട്ടായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.